ഛത്രപതി ശിവാജിയുടെ ഭരണ നൈപുണ്യത്തെ അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. ഭൂപരിഷ്കരണ നടപടി സ്വീകരിച്ച ഭാരതത്തിലെ ആദ്യത്തെ ചക്രവർത്തിയാണ് ഛത്രപതി ശിവാജി. അപ്പം സവർക്കറെ കുറിച്ച് കേരളത്തിൽ വലിയ വായിൽ സവർക്കറെ അപഹസിക്കുന്നുണ്ടെങ്കിലും മഹാരാഷ്ട്രയിലെ ഒരു CPM നേതാവും സവർക്കറെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടില്ല. പ്രകൃതി വിരുദ്ധമായതിനെ പ്രകൃതി തന്നെ പ്രതിരോധിക്കും. CPIM എന്ന പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ഭാരതത്തിൽ പ്രകൃതി വിരുദ്ധമാണ്. ജൈവികമായ സവിശേഷത പേറുന്ന ഭാരതത്തിൽ ഈ പ്രസ്ഥാനത്തിന് വേര് പിടിക്കാൻ കഴിയില്ല. ടാഡ വകുപ്പനുസരിച്ച് ആദ്യമായി ചാർജ് ചെയ്ത കേസ് കേരളത്തിൽ എൻ്റെ നേരെ നടന്ന ആക്രമണമാണ്. ബോംബെറിയാൻ വേണ്ടി കയ്യിലെടുത്തിങ്ങനെ പിടിച്ചപ്പോൾ വണ്ടി നിർത്തുന്നു. അമ്മൂമ്മ വിളിച്ചു പറയാണ്, എടാ മോനെ ഇത് ഞാനാണടാ എന്ന് പറയാണ്. ഈ എറിയാൻ വന്ന അവിടുത്തെ പ്രാദേശിക പ്രവർത്തകരോട് മോനെ എന്ന് വിളിച്ച അമ്മ കേഴുകയാണ്. ബോംബെറിഞ്ഞ് നെഞ്ചിൻ കൂടിലേക്ക് ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തിയ ആ അമ്മയെക്കുറിച്ച് കേരളീയ സമൂഹം എത്ര ചർച്ച ചെയ്തിട്ടുണ്ട്. കെ രമയുടെ മനസ്സ് പങ്കുവെച്ചുകൊണ്ട് കേരളം അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് പോലെ അനേകം അമ്മമാർ ഈ നാട്ടിലുണ്ട്. ഞങ്ങൾ ആരാണെന്ന് ഞങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസത്തോടെ പറയാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. നിങ്ങൾ ആരാണ് എന്ന് നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള മനസ്സ് ആരെയാണോ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് അവർക്കുണ്ടാകുമ്പോൾ ഞങ്ങൾ വിജയിക്കും. ഒരു സമുദായത്തിനോ ഒരു മതത്തിനോ ഏതെങ്കിലും ഒരു വിഭാഗത്തിനോ വേണ്ടി മാത്രമുള്ള പ്രസ്ഥാനമല്ല BJP അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം. സ്വാതന്ത്ര്യത്തിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനമുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അതിനുശേഷം പശ്ചിമ ബംഗാൾ, ത്രിപുര, കേരളം ഇവിടെയായിരുന്നു തിരഞ്ഞെടുപ്പ് ജയിക്കുകയും അധികാരത്തിൽ വരികയും ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ പശ്ചിമ ബംഗാളും ത്രിപുരയും ദീർഘകാലം അവിടെ ഭരണം നടത്തി. കേരളത്തിൽ ആ സമയത്തൊക്കെ 5 വർഷം കൂടുമ്പോൾ UDF LDF എന്നുള്ള നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യമായിരുന്നു അതിനൊരു അപവാദം ഉണ്ടായത്. ആ 2 സംസ്ഥാനങ്ങളിൽ ഏകദേശം പൂർണ്ണമായും ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് മാറി. അതിനൊപ്പം തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ സീറ്റുകളില്ലാത്ത അവസ്ഥയിലേക്ക് പോലും CPMന് ഉള്ള അവസ്ഥ ഉണ്ടായി. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഇവിടുത്തെ ഈ അക്രമ രാഷ്ട്രീയം തന്നെ ആയിരിക്കുമല്ലോ അവിടെയും പ്രയോഗിച്ചിരുന്നത്. പക്ഷേ എന്തുകൊണ്ട് ആ ഒരു സാഹചര്യം മാറി, അല്ലെങ്കിൽ ജനങ്ങളത് തിരിച്ചറിഞ്ഞു? ഇതിൽ വളരെ രസകരമായ പലതും നമുക്ക് കാണാൻ സാധിക്കും. രസകരം എന്ന് ഞാൻ പറയുന്നത്, ഇപ്പോൾ പറഞ്ഞല്ലോ, ആദ്യത്ത് പറഞ്ഞല്ലോ, പഞ്ചാബ്, ബീഹാർ, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ജമ്മു കാശ്മീർ ഇവിടെയൊക്കെ CPMന് നല്ല സ്വാധീനം ഉണ്ടായിരുന്നു. ഈ സ്വാധീനം അവർ നേടിയത് സ്വതവേ ആ പ്രദേശത്തുകാരിലുണ്ട്. ഞാൻ കണ്ണൂർ ജില്ലയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി അങ്ങനെയാണല്ലോ. പഴശ്ശിരാജാവിൻ്റെ പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തെ അവർ ഉപയോഗപ്പെടുത്തി. ഇപ്പോഴും പഴശ്ശിരാജാവിൻ്റെ പേരിൽ അവിടെ അവർ പരിപാടി നടത്താറുണ്ട് കേട്ടോ. പഴശ്ശിരാജാവിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ബലിദാന ദിവസം CPM ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, നേരത്തെ ഉണ്ടായിരുന്നു. ഇതേ സമീപനം തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഈ മേഖലകളിൽ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് രാജസ്ഥാനിലൊക്കെ പണ്ടുകാലങ്ങളിൽ ഹിന്ദു ധർമ്മത്തിന് വേണ്ടി അല്ലെങ്കിൽ ഹിന്ദുത്വ ആശയങ്ങൾക്ക് വേണ്ടി ജീവിച്ചിരുന്ന പ്രവർത്തിച്ചിരുന്ന അനേകം ആചാര്യന്മാർ, ഋഷിവര്യന്മാർ, വളരെ ആളുകളുണ്ടല്ലോ, സാമൂഹ്യ പരിഷ്കർത്താക്കളായിട്ടുള്ള ആളുകൾ. എന്തിന് നമുക്കറിയാലോ, മഹാരാഷ്ട്രയിൽ പിന്നെ അറിയാലോ, ഭൂപരിഷ്കരണ നടപടി സ്വീകരിച്ച ഭാരതത്തിലെ ആദ്യത്തെ ചക്രവർത്തിയാണ് ഛത്രപതി ശിവാജി. അദ്ദേഹം ഔറംഗസീബ് ചക്രവർത്തിയുടെ വലിയ സാമ്രാജ്യത്തോട് ഏറ്റുമുട്ടി വിജയം വരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പടയാളികളൊക്കെയായി പ്രവർത്തിച്ചിരുന്ന വനവാസികളായിട്ടുള്ള ആളുകൾക്ക് സർക്കാർ ഭൂമി പതിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ കർഷകന്മാർക്ക് ഭൂമി പതിച്ചു കൊടുത്തിട്ടുണ്ട്. ഭാരതത്തിലെ ആദ്യത്തെ ഭൂപരിഷ്കരണ നടപടി സ്വീകരിച്ചത് ഛത്രപതി ശിവാജിയാണ്. ഛത്രപതി ശിവാജിയുടെ ഭരണ നൈപുണ്യത്തെ അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. അദ്ദേഹത്തിൻ്റെ സ്ത്രീകളോടുള്ള സമീപനം, സാമൂഹ്യ പരിഷ്കരണത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം, അദ്ദേഹം അനുവർത്തിച്ച സഹിഷ്ണുതാ മനോഭാവം, ഇതൊക്കെയാണ് സംഘത്തെയും സംഘത്തിലും പ്രേരണ ചെലുത്തുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അത്തരം ചില സാഹചര്യങ്ങളെ അവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ അംഗീകരിച്ചിരുന്നു, അവർ പ്രവർത്തിച്ചിരുന്നു. ഇപ്പം സവർക്കറെക്കുറിച്ച് കേരളത്തിൽ വലിയ വായിൽ സവർക്കറെ അപഹസിക്കുന്നുണ്ടെങ്കിലും മഹാരാഷ്ട്രയിലെ ഒരു CPM നേതാവും സവർക്കറെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടില്ല. മാത്രമല്ല, കേരളത്തിലും EMS ഉൾപ്പെടെയുള്ള ആളുകൾ സവർക്കറെ അംഗീകരിച്ചിരുന്നു, സവർക്കറെ പ്രശംസിച്ചിരുന്നു. പക്ഷേ ഈ മറ്റ് പ്രദേശങ്ങളിൽ, ഇങ്ങനെ ചെയ്ത പ്രദേശങ്ങളിലൊക്കെ അവർക്ക് സ്വാധീനമുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. പക്ഷെ പിന്നീട് ഈ പറയുന്ന പാരമ്പര്യം അവകാശപ്പെടാവുന്ന നേതൃത്വത്തിൻ്റെ
അവർ കാലയവനികൾക്കുള്ളിൽ മറഞ്ഞതോടുകൂടി പിന്നീട് വരുന്നതൊക്കെ ഇങ്ങനെയുള്ള ആളുകളാണ്. നമ്മുടെ സംസ്കാരത്തെ എതിർക്കുന്നവർ, ശ്രീരാമ ജന്മഭൂമിയിലെ ക്ഷേത്ര നിർമ്മാണത്തെ എതിർക്കുന്നവർ, വിവേകാനന്ദ സ്വാമിയെ എതിർക്കുന്നവർ, നമ്മുടെ ശ്രേഷ്ഠമായ പാരമ്പര്യത്തെ അപമാനിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഉത്തരേന്ത്യൻ സമൂഹം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ രസകരമായ അനുഭവം എന്ന് പറയാൻ കാരണം. രസകരം എന്ന് പറഞ്ഞത് ഇപ്പോൾ കേരളത്തെ തട്ടിച്ചു നോക്കുമ്പോഴാണ് ഇതൊക്കെ കേരളത്തിന് സംഭവിക്കുന്നു. പക്ഷേ കേരളത്തിന് ആ തിരിച്ചറിവ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ തിരിച്ചറിവ് കിട്ടുന്നുണ്ടെങ്കിലും വായടച്ചിരിക്കുകയാണ്. പക്ഷെ അവിടെയുള്ള ജനങ്ങൾ അത് ജീവിതത്തിൽ അവർ പകർത്തുകയാണ്, അവരുടെ ജീവിത ക്രമത്തിൽ അത് ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 20 സീറ്റും നേടിയ പാർട്ടിയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ UDF. നിയമസഭയിൽ 111 മണ്ഡലങ്ങളിലോ മറ്റോ അവർ വിജയിച്ചു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം. എന്നാൽ ഉത്തരേന്ത്യൻ സമൂഹം മുഴുവൻ ഇന്ദിരാഗാന്ധിയുടെ ആ ഏകാധിപത്യത്തിനെതിരെ അതിശക്തമായി അവരെ വേരോടെ പിഴുതെറിഞ്ഞു എന്ന് പറയാം. അതാണ് നമ്മുടെ ഒരു കേരളത്തിൻ്റെ അവസ്ഥ. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ പറഞ്ഞ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ സ്വാധീനം മെല്ലെ 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 നഷ്ടപ്പെടുകയാണ്. ഇപ്പം രാജസ്ഥാനിലൊക്കെ അവർക്കുണ്ടായിരുന്ന സ്വാധീനം, രജപുത്ര പാരമ്പര്യത്തെക്കുറിച്ച് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അവർ. CPM-ൻ്റെ രാജസ്ഥാൻ ഭാഗത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അവരുടെ ഗ്രാമീണ സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന നാടൻ പാട്ടുകൾ പോലും ഈ ചെങ്കൊടിയെ അടിസ്ഥാനപ്പെടുത്തി അവർ രചിച്ചിട്ടുണ്ട്, പാടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾ അതിൻ്റെ ഇരട്ടത്താപ്പം മനസ്സിലാക്കുന്നു, അതിൻ്റെ വഞ്ചന മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ ആ പ്രസ്ഥാനത്തെ ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ ഉപേക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ സാധാരണ പ്രയോഗിക്കാറുണ്ട് ഉപ്പ് വെച്ച കലം പോലെ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉപ്പ് വെച്ച കലം എന്ന് പറയുന്നത് അതും പ്രതീകാത്മകമായിട്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഉപ്പ് വെച്ച കലത്തിൻ്റെ അവസ്ഥ എന്താണ്? ഈ കലം കാണാൻ പുറമേക്ക് നല്ല സംഗതിയാണ്, പക്ഷേ ഉപ്പ് അതിലിടുന്ന സമയത്ത് അത് പിന്നെ എന്താ സംഭവം, അത് ജീർണിച്ച് പോവാണ്. അപ്പോൾ ആ ജീർണത ബാധിക്കുന്നത് കൊണ്ടാണ് അവർക്ക് മറ്റൊന്ന് ഇത് നമ്മൾ പറയാം, പ്രകൃതിക്കിണങ്ങാത്തത് എന്തിനേയും പ്രകൃതി തന്നെ ഇല്ലാതെയാക്കും, പ്രകൃതി വിരുദ്ധമായതിനെ പ്രകൃതി തന്നെ പ്രതിരോധിക്കും എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഇത് പ്രകൃതി വിരുദ്ധമാണ്. CPIM എന്ന പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ഭാരതത്തിൽ പ്രകൃതി വിരുദ്ധമാണ്. കാരണം നമ്മൾ സമന്വയത്തിൻ്റെ ഭാഷ സംസാരിച്ചവരാണ്. ഇവർ സംഘർഷത്തിൻ്റെ ഭാഷയാണ് സംസാരിക്കുന്നത്. പുൽക്കൊടി മുതൽ പർവ്വതം വരെ ഒരേ സമദൃഷ്ടിയോടെ കാണാൻ കഴിഞ്ഞ ആചാര്യവര്യന്മാരാണ് ഹിന്ദു ദർശനത്തിൻ്റെ പ്രയോക്താക്കൾ. പക്ഷേ ഇവരാണെങ്കിൽ വിദ്വേഷത്തിൻ്റെ, പരസ്പര സംഘർഷത്തിൻ്റെ ഭാഷ മാത്രമാണ് സംസാരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരനായൊരു സുഹൃത്ത് ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മനുഷ്യൻ്റെ അടിസ്ഥാന വികാരം വിദ്വേഷമാണ് എന്ന് വെച്ചാൽ ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ വിദ്വേഷമാണ്. ആരോട്? ഇപ്പോൾ എന്നോട് സംസാരിക്കുന്ന ആയുധത്തിനോട് എനിക്ക് വിദ്വേഷം, എന്നെ പഠിപ്പിക്കുന്ന അധ്യാപകനോട് എനിക്ക്, അദ്ദേഹം പറഞ്ഞു തന്ന ഉദാഹരണങ്ങളാണ്. അധ്യാപകനോട് വിദ്യാർത്ഥിക്ക് വിദ്വേഷം, അയൽക്കാർക്ക് തമ്മിൽ വിദ്വേഷം, കച്ചവടക്കാരന് സാധനം വാങ്ങാൻ വരുന്ന ആളോട് വിദ്വേഷം, കർഷക തൊഴിലാളിയോട് വിദ്വേഷം, തിരിച്ചും വിദ്വേഷം. അപ്പോൾ ഈ അടിസ്ഥാന വികാരം വിദ്വേഷമായിട്ടുള്ള മനുഷ്യനാണ് ഇവിടെ ജീവിക്കുന്നത്. നമ്മളെന്താ ചിന്തിക്കുന്നത്? അല്ല, ഭാരതീയ ദർശനം എന്താണ് പറയുന്നത്? വിവേകാനന്ദ സ്വാമികൾ എന്താ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞത്? മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ എന്നാണ്. എന്ന് വെച്ചാൽ മനുഷ്യനിൽ അന്തർലീനമായ പൂർണ്ണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം. അപ്പോൾ ഈ പൂർണ്ണത എന്ന് പറയുന്നത് എന്താണ്? സഹജീവികളോടുള്ള സഹവർത്തിത്വ മനോഭാവം, ഭൂതദയ, പ്രകൃതിയോടുള്ള ആരാധന, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മനുഷ്യൻ്റെ വികാരം എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഭാരതീയ ദർശനം. അതുകൊണ്ടാണ് കുട്ടി ജനിച്ചു വീഴുന്ന ഉടനെ തന്നെ നമ്മുടെ ചടങ്ങുകൾ പോലും ആ തരത്തിലാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഒരു കുട്ടി പിറന്നു വീഴുന്നത് മുതൽ ചുടല വരെയുള്ള അവൻ്റെ ജീവിതം നമ്മളൊന്ന് പരിശോധിച്ചാൽ രൂപപ്പെട്ടു വന്ന ആചാരങ്ങൾ, ജീർണതകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് ഉണ്ടാകാം. അത് പിന്നീട് വന്ന ഒരു വ്യതിയാനമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ആ മൂല്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ജനിച്ചു വീണ മുതൽ ചുടല വരെയുള്ള കാര്യങ്ങളിൽ ഏറ്റവും ഭാവാത്മകമായ തരത്തിൽ ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയുന്ന ആശയം പ്രദാനം ചെയ്യുന്നതാണ് ഭാരതം. ആ ഭാരതത്തിന് ഇണങ്ങുന്നതല്ല ഇതൊന്നും. ഈ വിദ്വേഷത്തിൻ്റെ പ്രത്യയശാസ്ത്രം, അല്ലെങ്കിൽ വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രം, അല്ലെങ്കിൽ സംഘർഷത്തിൻ്റെ ഭാഷ ദഹിക്കുന്നതല്ല. അങ്ങനെയുള്ള ദഹിക്കാത്തതിനെയൊക്കെ പുറന്തള്ളാനുള്ള ജൈവികമായ സവിശേഷത പേറുന്ന ഭാരതത്തിൽ ഈ പ്രസ്ഥാനത്തിന് വേര് പിടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇനി വേര് പിടിക്കണമെങ്കിൽ മറ്റെന്തെങ്കിലും രൂപത്തിൽ പ്രത്യക്ഷപ്പെടേണ്ടി വരും. അതിൻ്റെ പരീക്ഷണമാണ് ബംഗാളിൽ നടക്കുന്നത്. ഇപ്പം ബംഗാളിൽ പാർട്ടി ശക്തിപ്പെടുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നടക്കാൻ പോകുന്നില്ല. കാരണം വേഷം മാറി വരികയാണ്.
വേഷം കെട്ടൽ ദോഷം ചെയ്യും എന്നൊരു ചൊല്ല് തന്നെയുണ്ടല്ലോ. വേഷം മാറി വരികയാണ്. അത് കേരളത്തിലും സംഭവിക്കുന്നുണ്ട് കേട്ടോ. അവർ വേഷം മാറി വരുന്നതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മളാണ്. കൈരളി ചാനലിലൊക്കെ ഹരിശ്രീ എഴുതിക്കുന്നതും രാമായണ പാരായണവും ഒക്കെ നടക്കുന്നുണ്ടല്ലോ. ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ആ സംഭവിക്കുന്നതിൻ്റെ പിന്നിലെ വഞ്ചനയും ഇരട്ടത്താപ്പും തിരിച്ചറിയാൻ കഴിയുന്നവരാണ് ഭാരതത്തിലുള്ള ആളുകൾ. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, പ്രകൃതിക്ക് വിരുദ്ധമായതിനെ പ്രകൃതി തന്നെ പ്രതിരോധിക്കുമെന്ന് പറയുന്നത് പോലെ ഭാരതത്തിൻ്റെ പ്രകൃതിക്കും പ്രതിഭയ്ക്കും ഇണങ്ങാത്തതിനെ പുറന്തള്ളാനുള്ള ജൈവികമായൊരു സവിശേഷത ഭാരതത്തിനുള്ളതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് ഗതി പിടിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. നമ്മളിങ്ങനെ പറയുമ്പോഴും ഈ കേരളത്തെ സംബന്ധിച്ച്, അതായത് നേരത്തെ പറഞ്ഞ പോലെ ഈ അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 20 സീറ്റുകളും അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയ, ഏകാധിപത്യ പ്രവണത ഉണ്ടാക്കിയ, അല്ലെങ്കിൽ അതിനു വേണ്ടി നിന്ന, അത്രത്തോളം മർദ്ദന മുറകൾ നടത്തിയ കോൺഗ്രസിനും ഇന്ദിരാഗാന്ധിക്കും കൊടുത്ത സംസ്ഥാനമാണ് പ്രബുദ്ധരെന്ന് അവകാശപ്പെടുന്ന കേരളം. സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളും അവരുടെ സർക്കാരുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവഴി സംഭവിക്കുന്ന പല കാര്യങ്ങളും ജനങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ കേരളത്തിൽ ഇതിൻ്റെ മാറ്റം, ഇത് കുറച്ച് സങ്കീർണമായ ചോദ്യമാണ്. നാളെ തന്നെ സാധ്യമാകും എന്ന് പറയാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അടുത്ത വർഷം സാധ്യമാകും എന്ന് പറയാൻ സാധിക്കില്ല. എന്നെങ്കിലും ഒരിക്കൽ സാധ്യമാകും എന്ന് ഉറപ്പിച്ചു പറയാം. എന്തുകൊണ്ടെന്നാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രത്തോളമായല്ലോ. ഞാൻ ഈ പറഞ്ഞ 15%, ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. 82-ൽ BJP രൂപം കൊണ്ടതിന് ശേഷം നടന്ന ആദ്യത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ BJPക്ക് 60 നിയോജക മണ്ഡലങ്ങളിൽ മാത്രമേ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നുള്ളൂ. 140-ൽ 60, പകുതി പോലുമില്ല. എന്താണ് കാരണം? അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ എത്തിച്ചേരാൻ കഴിഞ്ഞ നിഗമനം, സ്ഥാനാർത്ഥികളായി നിൽക്കാനുള്ള ആളില്ല പാർട്ടിക്ക്. ഇനി ആരെയെങ്കിലും ഒരാളെ കണ്ടെത്തി നിർത്തിയാൽ പ്രവർത്തിക്കാനുള്ള മെഷീനറി ഇല്ല. അതുകൊണ്ട് അത്യാവശ്യം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ 60 സ്ഥാനാർത്ഥികളെ നിർത്തി. 1.5% വോട്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു പക്ഷേ മാറ്റം വന്നേക്കാം. പിന്നീട് നടന്ന ഓരോ തെരഞ്ഞെടുപ്പിലും 60 എന്നുള്ളത് 90 ആകുന്നു മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം. 12 പാർലമെൻറ്റ് സീറ്റ് എന്നുള്ളത് 20 പാർലമെൻറ്റിൽ. അപ്പോൾ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടി മത്സരിക്കുക എന്നാദ്യം ചിന്തിച്ചു. രണ്ടാമത് മത്സരിച്ച് നിൽക്കാൻ വേണ്ടി മത്സരിക്കുക എന്നൊരു നിലപാടിലേക്ക് പാർട്ടി എത്തി. പിന്നീട് ചില മണ്ഡലങ്ങളിലെങ്കിലും സ്വാധീന ശക്തിയാവുക എന്ന നിലയിലേക്ക് ചിന്തിക്കാൻ കഴിഞ്ഞു. 2ാം സ്ഥാനത്തെത്താൻ കഴിയുന്ന കുറച്ച് മണ്ഡലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് ചിന്തിക്കാൻ കഴിഞ്ഞു. ജയിക്കാവുന്ന സീറ്റുകൾ എന്ന നിലയ്ക്ക് എണ്ണപ്പെടുന്ന അവസ്ഥയിലേക്ക് പാർട്ടി വളർന്നു. അപ്പം സാന്നിധ്യം അറിയിക്കുക, മത്സരിക്കുക, സ്വാധീന ശക്തിയാവുക, ഒരു 10,000 വോട്ടെങ്കിലും സമാഹരിക്കുക, 2ാം സ്ഥാനത്തെങ്കിലും എത്തുക, ഒരു സീറ്റിലെങ്കിലും ജയിക്കുക, ഒരു 10-12 സീറ്റിലെങ്കിലും ജയിക്കാൻ കഴിയുന്ന, അങ്ങനെ ചിന്തിക്കുന്ന തരത്തിലേക്ക് പാർട്ടി കാര്യകർത്താക്കന്മാർ വളർന്നു എന്നുള്ളതാണ്. അപ്പം അതാണ് ക്രമപ്രബുദ്ധമായ വളർച്ച എന്ന് പറയുന്നത്. കിട്ടുന്ന വോട്ട് ചിലപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റിൽ കിട്ടുന്ന വോട്ട് അസംബ്ലിയിൽ കിട്ടിയെന്ന് വരില്ല, ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ കിട്ടിയെന്നും വരും. അത് വേറെ ഘടകം. പക്ഷെ പാർട്ടിയെക്കുറിച്ച് അങ്ങനെ ചിന്തിപ്പിക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഇന്ന് കേരളത്തിൽ 140 മണ്ഡലങ്ങളിലും മത്സരിക്കാൻ ഓരോ മണ്ഡലത്തിലും 3 പേരുടെ വീതം പാൻ ലിസ്റ്റാണ് പാർട്ടി ആവശ്യപ്പെടുന്നത്. അന്ന് ഓരോ ആളെപ്പോലും പകുതി മണ്ഡലങ്ങളിൽ കിട്ടാതിരുന്ന സ്ഥാനത്തു നിന്ന് 3 പേരെ നിർദ്ദേശിക്കാൻ ഒരുപക്ഷെ 30 പേരുണ്ടാവും ഓരോ മണ്ഡലത്തിലും. 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും ശക്തമായ മത്സരം, അതിൽ പകുതിയിലെങ്കിലും ത്രികോണ മത്സരം സൃഷ്ടിക്കാൻ ഇന്ന് BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് മാറ്റം. ഈ മാറ്റത്തിൻ്റെ വേഗത കൂട്ടാൻ നമുക്ക് സാധിച്ചാൽ, വായിജത്ത് ചോദിച്ച ചോദ്യം എന്ന ചോദ്യത്തിന് ഉത്തരം സമീപഭാവിയിൽ എന്ന് പറയാൻ കഴിയും. ഈ വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് തന്നെ ആ നിലയ്ക്ക് പ്രതീക്ഷ തരുന്നതാണ്. പാർട്ടി സംവിധാനം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടി സജ്ജമാകാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 1 വർഷത്തോളമായി. ബാക്കി എല്ലാ സംവിധാനങ്ങളും, ബൂത്ത് തലത്തിലുള്ള സംഘടനാ സംവിധാനം, തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളുടെ രൂപീകരണം, അതിനുവേണ്ടിയുള്ള വ്യത്യസ്ത തലങ്ങളിലുള്ള ആലോചനാ യോഗങ്ങൾ, ഇതൊക്കെ കഴിഞ്ഞ ഏതാണ്ട് 1 വർഷത്തോളമായി പാർട്ടിക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി കഴിഞ്ഞാൽ പൂർണ്ണ സജ്ജീകരണത്തോടു കൂടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് പാർട്ടിക്ക് വരാൻ കഴിയും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പാർട്ടി വളർന്നിട്ടുണ്ട്. ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അതിൻ്റെ പ്രതിഫലനമായിരിക്കും എന്ന് പൂർണ്ണമായ ശുഭാപ്തി വിശ്വാസമുണ്ട്. പക്ഷേ കണ്ണൂർ ജില്ലയിൽ നിരവധി അക്രമ സംഭവങ്ങൾ നടന്നിട്ടുമുണ്ട്. അങ്ങനെ അതിലൊക്കെ കോടതി കേസ് ഇങ്ങനെ
ദീർഘകാലം പോകാറുണ്ട്. ഇപ്പോൾ ശ്രീ പി ജയരാജന് നേരെ നടന്ന ആക്രമണത്തിലെ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ട് ഒരാൾ മാത്രം ശിക്ഷ വിധിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ വെറുതെ വിട്ടുകൊണ്ടൊരു വിധി വന്നു. അപ്പോൾ അദ്ദേഹത്തിന് നീതി കിട്ടിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാഷിൻ്റെ ആ ഒരു ആക്രമണത്തിൽ എത്ര പേര് ശിക്ഷിക്കപ്പെട്ടു? എന്താണ് അതിൻ്റെ അവസ്ഥ? എൻ്റെ നേരെ നടന്ന ആക്രമണത്തിൻ്റെ കേസ് വളരെ രസകരമാണ് വൈദ്യുത്ത്. അതായത് കേസ് അന്ന് പിന്നെ എൻ്റെ നേരെ ആക്രമണം നടന്നു രാത്രി ഒരു 8-8:30 മണി നേരത്ത്. അത് കഴിഞ്ഞൊരു 4 മണിക്കൂർ കഴിഞ്ഞ് അതിൻ്റെ ഒരു പിന്നെ പ്രതിഫലനം എന്നുള്ള നിലയ്ക്ക് SFIയുടെ ഒരു നേതാവ് ആക്രമിക്കപ്പെടുന്നു. ഈ 2 കേസും അന്ന് മുഖ്യമന്ത്രി കരുണാകരനാണ്. ഈ 2 കേസും ടാഡ അനുസരിച്ച് ചാർജ് ആദ്യം നേരത്തെ സാധാരണ നിലയ്ക്കുള്ള പിന്നെ ഇതനുസരിച്ച് കേസ് ചാർജ് ചെയ്തു. പക്ഷേ പിന്നീട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെ ആവാം ടാഡ അന്ന് ഇന്നത്തെ നമ്മുടെ UAPA ഒക്കെ സമാനമായിട്ടുള്ള ടാഡ കേസുണ്ടായിരുന്നു. ഭീകരവാദത്തിനെതിരെയുള്ള കേസാണ്, വകുപ്പാണ്. ആ വകുപ്പ് ചേർത്ത് കേസെടുത്തു. ടാഡ വകുപ്പ് അനുസരിച്ച് ആദ്യമായി ചാർജ് ചെയ്ത കേസ് കേരളത്തിൽ എൻ്റെ നേരെ നടന്ന ആക്രമണമാണ്. സ്വാഭാവികമായും സുധീഷിൻ്റെ നേരെ നടന്ന ആക്രമണത്തിൻ്റെ കേസിലും ടാഡ ചാർജ് ചെയ്തു. അപ്പോൾ ടാഡ ചാർജ് ചെയ്തതനുസരിച്ച് പ്രതികളെ പിടിച്ചു. പിന്നെ ടാഡ അനുസരിച്ചുള്ള വകുപ്പുകളൊക്കെ ചേർത്തു. പിന്നെ 2 കൂട്ടരും ആവശ്യപ്പെട്ടതനുസരിച്ച് ടാഡ ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നൊരു നിയമസംഹിതയല്ല എന്നുള്ള അഭിപ്രായം കൊണ്ട് തന്നെ ഒരു കാടൻ നിയമമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ടാഡ പിൻവലിക്കണം എന്നാവശ്യം എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടായി. ടാഡ പിൻവലിച്ചു. അപ്പോൾ സ്വാഭാവികമായും കേസ് വീണ്ടും തകിടം മറിയാണ്. തകിടം മറിഞ്ഞു എന്ന് മാത്രമല്ല, അന്ന് എൻ്റെ കേസ് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ സർക്കിൾ ഇൻസ്പെക്ടർ 100% കേസ് അട്ടിമറി നടത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എന്നോട് ചോദിച്ച ചില ചോദ്യങ്ങളും ഈ മൊഴിയെടുക്കാൻ വന്ന സമയത്തൊക്കെ ചോദിച്ച ചോദ്യങ്ങളും അദ്ദേഹം തയ്യാറാക്കിയ മഹസർ റിപ്പോർട്ടൊക്കെ നോക്കുന്ന സമയത്ത് നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഏതായാലും കോടതിയിൽ കേസ് വന്നു, വർഷങ്ങളെടുത്തു, വിചാരണ നടന്നു. അതിലൊരു പ്രതി വിദേശത്തേക്ക് പോയി, അത് ഡിറ്റാച്ച് ചെയ്തു, അദ്ദേഹത്തെ പ്രത്യേകമായി മാറ്റി നിർത്തി, ബാക്കിയുള്ളവരെ വിചാരണ ചെയ്തു. വിചാരണ കോടതിയിൽ സത്യസന്ധമായി തന്നെ ഞാൻ മൊഴി കൊടുത്തു. സാക്ഷിമൊഴി വളരെ കൃത്യമായിരുന്നു. കേസിൽ 12 പ്രതികളെ ശിക്ഷയ്ക്ക് വിധിച്ചു. 12 പേരാണ് പ്രതികൾ, 12 പേരെയും ശിക്ഷയ്ക്ക് വിധിച്ചു. അതിൽ 4 പേര് ഗൂഢാലോചന നടത്തി എന്ന പേരിലാണ്. അവർക്ക് ഏറെയും കുറഞ്ഞുള്ള ശിക്ഷകൾ വിധിച്ചു. പക്ഷേ നമ്മുടെ നീതിന്യായ വകുപ്പിലെ വ്യവസ്ഥകൾ അനുസരിച്ച് അവർ അപ്പീൽ പോയി. അന്ന് തന്നെ അവർക്ക് ജാമ്യം കിട്ടി. കാരണം അത്തരത്തിലുള്ള വിധിയെ ഉണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ ഒരു വിധി ഉണ്ടായി എന്ന് എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. കാരണം ഞാൻ നേരിട്ട് കോടതി മുറിയിൽ കൊടുത്ത സത്യസന്ധമായ മൊഴിക്ക് വിചാരണ ഘട്ടത്തിൽ പ്രതിരോധിക്കാനോ അതിനെ തടയാനോ ചെയ്യുന്ന കാര്യത്തിൽ പ്രതിഭാഗം വക്കീൽ ദയനീയമായി പരാജയപ്പെട്ടിരുന്നു. അന്ന് അവിടെ കൂടിയിരുന്ന വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു എന്നെ വിചാരണ ചെയ്യുന്ന സമയം. കോടതിയിൽ കേസ് വിചാരണ എന്നെ സാക്ഷി വിസ്താരം നടത്തുന്ന സമയത്ത് ജൂനിയർ വക്കീലന്മാർ ഒരുപാട് പേര്, കേസ് അറിയാവുന്ന ആളുകൾ, സീനിയർ ഒരുപാട് വക്കീലന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിശക്തമായ കേസാണ്, ശിക്ഷ ഉറപ്പാണ്. ശിക്ഷ വന്നു, ഉറപ്പ് തന്നെയായിരുന്നു ശിക്ഷ. എല്ലാവരും ശിക്ഷിക്കപ്പെട്ടു. പക്ഷേ അവർക്ക് അപ്പീൽ പോകാവുന്ന തരത്തിലുള്ള ശിക്ഷയാണ് വന്നത്. അന്ന് തന്നെ അവർ അപ്പീലിൽ പോയി അപ്പീൽ സമർപ്പിക്കുന്നു, ജാമ്യത്തിൽ ഇറങ്ങുന്നു. ഇന്നും ആ കേസ് ഫൈനൽ വിധി വന്നിട്ടില്ല. ഇപ്പോഴും അത് അപ്പീൽ കോടതിയിൽ കിടക്കുകയാണ്. എന്താണ് നിലവാരം, ഏതവസ്ഥയിൽ നിൽക്കുന്നു എന്നറിയില്ല. ഇപ്പോഴും എന്നെ ആക്രമിച്ച കേസിലെ പ്രതികൾ സ്വൈര്യവിഹാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാട്ടിൽ. അതവിടെ ഒരു കാര്യം. ഇപ്പം താങ്കൾ സൂചിപ്പിച്ച പി ജയരാജൻ്റെ കേസിൽ പ്രതികളെ ശിക്ഷിച്ചു. അവർ അപ്പീലിൽ പോയി വളരെ ശക്തമായ വാദം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളൊഴിച്ച് ബാക്കിയുള്ളവർ കുറ്റവിമുക്തരാക്കപ്പെട്ടു. അപ്പോഴാണ് ജയരാജൻ പറയുന്നത് എനിക്ക് നീതി കിട്ടിയില്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത്ര പോലും നീതി എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് ഇരിക്കട്ടെ, എൻ്റെതിരിക്കട്ടെ. ജയകൃഷ്ണ മാഷിൻ്റെ കൊലപാതകം എത്ര ക്രൂരമായിരുന്നു നമ്മൾ പറഞ്ഞല്ലോ. പ്രതികളെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അപ്പീൽ കോടതി എന്താ ഉണ്ടായത്? അപ്പീൽ കോടതിയിൽ പ്രതികളെ വെറുതെ വിടുകയാണ്. വെറുതെ വിട്ട പ്രതികളിൽ ഒരാളെ ജയകൃഷ്ണൻ മാഷെ കൊന്ന സ്കൂളിൻ്റെ രക്ഷാകർതൃ സമിതി യോഗത്തിൻ്റെ പ്രസിഡൻ്റായി അവരോധിക്കുന്നു. ഈ ജയരാജൻ ഉൾപ്പെടുന്ന CPM നേതൃത്വം. അപ്പോൾ ആർക്കാണ് നീതി കിട്ടിയത്? ജയകൃഷ്ണൻ മാഷയുടെ അമ്മയ്ക്ക് നീതി കിട്ടിയോ? ജയകൃഷ്ണൻ മാഷയുടെ സഹപ്രവർത്തകർക്ക് നീതി കിട്ടിയോ? എത്രയെത്ര കേസുകൾ നാട്ടിലുണ്ട്. ഒരുപാട് കേസുകളിൽ ശക്തമായി ആദ്യത്തെ സംഭവം ഞാൻ പറഞ്ഞില്ലേ, വാടിക്കൽ രാമകൃഷ്ണേട്ടൻ്റെ കേസിൽ പ്രതിയാണ് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ആ കേസിൽ രാമകൃഷ്ണേട്ടൻ്റെ ഭാര്യയ്ക്കോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോ നീതി കിട്ടിയോ? ഇല്ല. ആ കേസും വെറുതെ വിടുകയാണ്.
കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ ആദ്യമായി ഉണ്ടായ രാഷ്ട്രീയ കൊലപാതകത്തിലെ കേസിലെ പ്രതികൾ വെറുതെ വിടപ്പെട്ടവരാണ്. അവർക്ക് നീതി കിട്ടാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ പോസ്റ്റ്മോർട്ടം നമ്മൾ നടത്താൻ പുറപ്പെട്ടാൽ നീതി കിട്ടാത്ത സമൂഹമായി സംഘപ്രസ്ഥാനങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരെ കാണാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്ന കൂട്ടത്തിൽ എൻ്റെ കേസിൻ്റെ അവസ്ഥ പറഞ്ഞു എന്നുള്ളൂ. ഇപ്പോൾ ആ കേസ് 30 വർഷം കഴിഞ്ഞു. 94-ലാണ് സംഭവം. ഈ 30 വർഷം ഒരു തലമുറയുടെ ആയുസാണ് 30 വർഷം എന്ന് പറയുന്നത്. ഒരു തലമുറ പിന്നിടുകയാണ്. അപ്പോഴും കേസിൽ ഫൈനൽ തീരുമാനമായിട്ടില്ല. എവിടെയാണ് എന്താണ് എന്ന് ആർക്കും അറിയുന്നില്ല. എനിക്ക് പോലും അറിയില്ല എന്താണ് അവസ്ഥ എന്നുള്ളത്. ഇതാണ് നമ്മുടെ നാട്ടിലെ ഈ പറഞ്ഞ കുറ്റാന്വേഷണത്തിന് കോടതിയെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. കാരണം കോടതിയുടെ മുമ്പിൽ തെളിവുകൾ എത്തണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം. ഇത് സമർപ്പിക്കേണ്ടത് നീതി നിർവഹണ സംവിധാനമാണ്, പോലീസ് അധികാരികളാണ്. പോലീസ് അധികാരികളെ മുഴുവൻ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് കൃത്യമായി അറിയാലോ. ഒരുപാട് ഉദാഹരണങ്ങളുണ്ടല്ലോ. അട്ടപ്പാടിയിൽ വലയപ്പെട്ട 2 പിഞ്ചു മക്കളുടെ കേസൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അതുണ്ട്, കേസിനെ സംബന്ധിച്ച് അതാണ്. പക്ഷേ നീതിന്യായ കോടതി അവരുടെ മുമ്പിൽ സത്യം എത്തുമ്പോൾ അതനുസരിച്ചുള്ള വിധി ഉണ്ടാകും എന്നുള്ളതാണ്. ജയരാജൻ്റെ കേസിലും അത് തന്നെയാണ് സംഭവിച്ചത്. കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കൊലപാതകമായിരുന്നു ടി പി ചന്ദ്രശേഖരൻ്റേത്. അതിൻ്റെ പേരിൽ നിരവധി ചർച്ചകളുണ്ടായി. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ചു എന്ന് പറയപ്പെടുന്ന രീതിയിൽ നിരവധി അഭിപ്രായങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു. കെ രമ എന്ന് പറയുന്ന ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യ പിന്നീട് MLA ആയി. പൊതുസമൂഹത്തിൽ വളരെയധികം വേദനയും ഒക്കെ അവർക്ക് വേണ്ടി, അല്ലെങ്കിൽ കാരുണ്യവുമൊക്കെ കെ രമയ്ക്ക് വേണ്ടി പൊതുസമൂഹത്തിൽ ഉണ്ടാവുകയും ചെയ്തു. മാധ്യമങ്ങളടക്കം കൂട്ടുനിന്നിട്ടുണ്ട്, സ്വാഭാവികവുമാണ്. പക്ഷേ കണ്ണൂർ ജില്ലയിൽ ഇതുമായി ഇങ്ങനെ നോക്കുമ്പോൾ നിരവധി പേർ ഇത്തരത്തിൽ ഉള്ളവരില്ലേ? തീർച്ചയായിട്ടും ഇത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ഇന്നത്തെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ. കെ രമ ഒരു പ്രതീകമാണ് വാസ്തവത്തിൽ. അവരോട് കേരളം ഒന്നടങ്കം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. വ്യക്തിപരമായി ഞാനും ആ സഹോദരി നടത്തുന്ന CPM അക്രമത്തിനെതിരെ നടത്തുന്ന പോരാട്ടത്തിന് 100% ആത്മാർത്ഥമായി തന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. ആ നിലക്കുള്ള പ്രവർത്തനം അവർ നടത്തുന്നുണ്ട്. CPMൻ്റെ അക്രമ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കാൻ കിട്ടുന്ന വേദികളൊക്കെ അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലുള്ള ആളുകളുടെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ആർജവം ആ സഹോദരി പ്രകടിപ്പിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് അവരെ നമ്മൾ ആ നിലയ്ക്ക് ആദരിക്കുന്നു. അതവിടെ നിൽക്കെ തന്നെ ഈ തരത്തിൽ അറിയപ്പെടുകയോ അംഗീകരിക്കപ്പെടുകയോ ചെയ്യാത്ത ഒരുപാട് രമമാർ ജീവിച്ചിരിപ്പുണ്ട് നമ്മുടെ കേരളത്തിൽ. ഞാൻ പറയട്ടെ, സംഘപ്രവർത്തകനായി പോയി എന്നതിൻ്റെ പേരിൽ മാത്രമാണ് ചാവശ്ശേരിയിലെ ബസ് ഡ്രൈവറായിരുന്ന ഉത്തമേട്ടൻ കൊല്ലപ്പെട്ടത്. അദ്ദേഹം ബസ് ഓടിച്ചു കൊണ്ടിരിക്കെ ബസ് തടഞ്ഞു നിർത്തി, എന്നിട്ടാണ് അദ്ദേഹത്തെ കൊല്ലുന്നത്. യാത്രക്കാരെ മുഴുവൻ ബസ്സിൽ നിന്ന് ഇറക്കിയതിന് ശേഷം അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ വിധവ നാരായണീജി, അവരുടെ മകൻ രമിത്ത് ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റതിൻ്റെ അടുത്ത ദിവസം കൊല്ലപ്പെടുകയാണ്. അപ്പോൾ ഭർത്താവ് കൊല്ലപ്പെടുന്നു, മകൻ കൊല്ലപ്പെടുന്നു. ആ അമ്മയുടെ മനസ്സ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. കേരളം എത്ര ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ അമ്മയുടെ, ഭർത്താവ് നഷ്ടപ്പെട്ട, മകൻ നഷ്ടപ്പെട്ട അമ്മയുടെ, ഭാര്യയുടെ മനസ്സ് കേരളം വേണ്ട രീതിയിൽ നോക്കി കണ്ടിട്ടുണ്ടോ? എനിക്ക് സംശയമാണ്. ഇനി മറ്റൊരു സംഭവം ഞാൻ പറയാം. ഈ ഉത്തമേട്ടൻ്റെ കൊലപാതകം നടന്ന് ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ചാവശ്ശേരിക്കടുത്തുള്ള തില്ലങ്കേരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള കുറച്ച് പ്രവർത്തകർ പോകുമ്പോൾ ഉത്തമേട്ടനെ നേരത്തെ അറിയാമായിരുന്ന, മകനെ പോലെ സ്നേഹിച്ചിരുന്ന അമ്മുഅമ്മ, തില്ലങ്കേരിയിലുള്ള അമ്മുഅമ്മ ഈ പ്രവർത്തകരോടൊപ്പം ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് തിരിച്ചു വരുന്ന ഇവർക്ക് നേരെ ബോംബേറുണ്ടാവുന്നു. ബോംബെറിയാൻ വേണ്ടി കയ്യിലെടുത്തിങ്ങനെ പിടിച്ചപ്പോൾ വണ്ടി നിർത്തുന്നു. അമ്മുഅമ്മ വിളിച്ചു പറയാണ്, എടാ മോനെ ഇത് ഞാനാണടാ എന്ന് പറയാണ്. ഈ എറിയാൻ വന്ന അവിടുത്തെ പ്രാദേശിക പ്രവർത്തകരോട് മോനെ എന്ന് വിളിച്ച അമ്മ കേഴുകയാണ്. കൊല്ലല്ലടാ ഞാനാടാ മോനെ എന്ന് പറയാണ്. ആ അമ്മുഅമ്മയുടെ നെഞ്ചിലേക്കാണ് ബോംബെറിയുന്നത്. നെഞ്ചിലേക്കെറിഞ്ഞ ബോംബ് പൊട്ടിയാണ് അമ്മുഅമ്മയുടെ ശരീരം ഛിന്ന ഭിന്നമാകുന്നത്. ആ അമ്മുഅമ്മയെ കേരളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിന് പരിചയപ്പെടുത്തിയോ? എന്താണ് ആ അമ്മ ചെയ്ത തെറ്റ്? ഒരു ശവസംസ്കാര ചടങ്ങ്, മകനെ പോലെ കരുതിയിരുന്ന ഒരാളുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ബോംബെറിഞ്ഞ് നെഞ്ചിൻ കൂടിലേക്ക് ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തിയ ആ അമ്മയെക്കുറിച്ച് കേരളീയ സമൂഹം എത്ര ചർച്ച ചെയ്തിട്ടുണ്ട്. മറ്റൊരമ്മയാണ് ജയകൃഷ്ണ മാഷിയുടെ അമ്മ.
ജയകൃഷ്ണൻ മാഷ് ആ അമ്മയുടെ വത്സലപുത്രനാണ്. അമ്മ മകനെ അത്രയധികം സ്നേഹിക്കുന്നു, മകൻ അമ്മയെ സ്നേഹിക്കുന്നു. ഞാൻ കേട്ടിട്ടുണ്ട്, മാഷ് എന്നും സ്കൂളിൽ പോകുമ്പോൾ അമ്മയുടെ കാല് തൊട്ട് വന്ദിച്ചിട്ടാണ് പോവുക. അമ്മയുടെ അനുഗ്രഹം വാങ്ങിയാണ് മകൻ പോവുക. ആ മകൻ്റെ കെട്ടിപ്പൊതിഞ്ഞ ശവശരീരം വീട്ടിലേക്ക് കയറ്റി കൊണ്ടുവരുന്നത് കാണേണ്ടി വന്ന അമ്മയാണ് ജയകൃഷ്ണൻ മാഷയുടെ അമ്മ. ഒരുപാട് പേര്. അപ്പോൾ ആ സ്കൂളിലേക്ക് പോയ തന്നെ എല്ലാ ദിവസവും കാലിൽ തൊട്ട് വന്നിച്ച്, ഇപ്പോൾ നമ്മൾ അമ്മയുടെ വീട്ടിൽ പോയ അമ്മ ആ ഒരു കാര്യം പറയും. ഇപ്പോൾ അമ്മ പറയും, എൻ്റെ കാല് തൊട്ട് വന്നിച്ചാണ് ഞാൻ സ്കൂളിലേക്ക് പോകാറ്. ആ അമ്മയുടെ മനസ്സ് കേരളം വേണ്ട രീതിയിൽ കണ്ടോ? അല്ലെങ്കിൽ ആ അമ്മയെക്കുറിച്ച് വേണ്ട രീതിയിൽ പ്രതികരിച്ചോ? അല്ലെങ്കിൽ ചർച്ച നടത്തിയോ? ഇങ്ങനെയുള്ള അനേകം അമ്മമാരുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അനേകം രമമാർ ജീവിച്ചിരിപ്പുണ്ട്. ഒരുപക്ഷെ അവരൊന്നും പൊതുരംഗത്ത് രമ നടത്തുന്നത് പോലുള്ള പോരാട്ടങ്ങളിൽ അവരെ കാണാൻ നമുക്ക് കഴിയില്ല. അതിന് പല പരിമിതികളും ഉള്ളതുകൊണ്ടാവാം. ഇവരെയൊക്കെ കേരളം കാണണം. ഇപ്പം രമക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെ കെ രമയുടെ മനസ്സ് പങ്കുവെച്ചുകൊണ്ട് കേരളം അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് പോലെ അനേകം അമ്മമാർ ഈ നാട്ടിലുണ്ട്. അവർക്കൊക്കെ ഈ മനസ്സ്, അല്ലെങ്കിൽ ഈ ലാളന, അല്ലെങ്കിൽ ഈ കരുതൽ അവർക്ക് കൂടി ലഭിക്കേണ്ടതുണ്ട്. അങ്ങനെ ലഭിക്കുമ്പോഴാണ് നമ്മൾ സംസ്കാര സമ്പന്നമായ സമൂഹം എന്നൊക്കെ പറയുക. അതാണ് ഈ അടുത്ത് നമ്മുടെ ആരാധ്യനായ ഗവർണർ സൂചിപ്പിച്ച കാര്യം. അതാണ് അദ്ദേഹം അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് വളരെ വൈകാരികമായല്ല, അദ്ദേഹം വളരെ എന്താ പറയുക, ഒരു 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 ഉയർന്ന നിലവാരത്തിൽ നിന്നുകൊണ്ട് ഉദ്ബോധനം പോലെ ആണ് അദ്ദേഹം ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇന്നും ആ പൂക്കോട് കൊല്ലപ്പെട്ട കുട്ടിയുടെ വീട്ടിൽ ചെന്ന് തിരിച്ചു വരുമ്പോഴും ഇതേ കാര്യം അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക ബോധത്തിന് ഇതൊന്നും ചേർന്നതല്ല എന്ന്. ആ സാംസ്കാരിക ബോധത്തിന് ചേരുന്ന രീതിയിലുള്ള മനോഭാവം അതാരോടായാലും, കെ രമയോടാവട്ടെ, ജയകൃഷ്ണൻ മാഷയുടെ അമ്മയോടാവട്ടെ, മരണപ്പെട്ട അമ്മയോടാവട്ടെ, ഇന്നും ജീവിച്ചിരിക്കുന്ന ഭർത്താവും മകനും നഷ്ടപ്പെട്ട ആ അമ്മയോടാകട്ടെ, എല്ലാവരോടും ഈ ഒരു മനോഭാവം കേരളത്തിനുണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് കേരളം സംസ്കാര സമ്പന്നതയുടെ നാടായി മാറുന്നത്. ഈ പറഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അനുബന്ധമായിട്ട് പ്രകൃതി വിരുദ്ധമായതെല്ലാം തന്നെ നിഷ്കാസനം ചെയ്യപ്പെടുന്ന ഒരു കാലവും അപ്പോഴാണ് ഉണ്ടാവുക. BJPയെ സംബന്ധിച്ചിടത്തോളം അങ്ങ് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ BJPയുടെ കേരളത്തിൻ്റെ ഒരു സാഹചര്യം, BJPയുടെ വളർച്ചയ്ക്കുള്ള, അല്ലെങ്കിൽ അധികാരത്തിലേക്കുള്ള വളർച്ചയ്ക്കുള്ള ഒരു സാഹചര്യം ഇവിടുത്തെ ഒരു സാമൂഹിക പരിതസ്ഥിതിയിൽ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും സാമൂഹിക പരിസ്ഥിതി എന്ന് പറയുമ്പോൾ നമുക്ക് സാമുദായികമായ ഒരു സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. ഇപ്പം എന്തായാലും രാഷ്ട്രീയ കക്ഷികളൊക്കെ ഇപ്പം നമുക്കറിയാമല്ലോ, കേരളത്തിലെ സാമുദായികമായ അവസ്ഥ, അതിൻ്റെ ബാലൻസിങ്, അതിൻ്റെ സന്തുലിതാവസ്ഥ കേരളത്തെ സംബന്ധിച്ച് ഏതാണ്ട് 50-51% ഹിന്ദു സമൂഹം, 27% വരുന്ന ഇസ്ലാമിക സമൂഹം, ക്രിസ്ത്യൻ സമൂഹം, ഈ നിലയ്ക്ക്. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം പൊതുവെ BJP ഒരു ഹിന്ദുത്വ പാർട്ടി എന്നുള്ളതുകൊണ്ട് ഹിന്ദുക്കളായിട്ടുള്ളവരുടെ മാത്രം പാർട്ടി എന്ന നിലയ്ക്ക് അല്ലല്ലോ BJP പ്രവർത്തിക്കുന്നത്. ഹിന്ദുത്വം എന്നുള്ളത് മതപരമായ സംജ്ഞ അല്ല, അല്ലെങ്കിൽ മതപരമായ അർത്ഥത്തിലുമല്ല അതിനെ വ്യാഖ്യാനിക്കുന്നത്. ഹിന്ദുത്വം എന്നുള്ളത് ഭാരതീയ സംസ്കൃതിയുടെ പേരാണ്. ഭാരതീയത എന്നാണ് അതിൻ്റെ മറ്റൊരു പേര്. ആ ഭാരതീയത എന്നുള്ളത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ പൂർണ്ണമായും ചിറകിനുള്ളിൽ ഒതുക്കി നിർത്തിയോ മറ്റുള്ളവരെ അകറ്റിയോ ഉള്ളതല്ല. ഹിന്ദുത്വത്തിൻ്റെ തന്നെ സവിശേഷത എന്താണ്? സർവാശ്ലേഷിയാണ്. ഈശോ വാസ്യമിതം സർവം എന്നാണ്. എല്ലാറ്റിലും ഈശ്വരൻ്റെ മുഖം ദർശിക്കാൻ കഴിയുന്നു. ലോകാസമസ്ത സുഖിനോ ഭവന്തു, അതാണ് ഹിന്ദുത്വത്തിൻ്റെ മറ്റൊരു പ്രഖ്യാപനം. ലോകം മുഴുവൻ സുഖമായി ഭവിക്കട്ടെ. അതിൽ ഇസ്ലാമിന് സുഖമില്ലാതെ ആവട്ടെ, ക്രിസ്ത്യാനിക്ക് സുഖമില്ലാതെ ആവട്ടെ എന്നില്ല. ഹിന്ദു മതവും മതവിശ്വാസികളുമുണ്ട്, ഹിന്ദു സംസ്കാരം അനുവർത്തിക്കുന്നവരുമുണ്ട്. മതവിശ്വാസികളെ മാത്രം ഉൾക്കൊള്ളുന്നതല്ല. ആ നിലയ്ക്ക് ഹിന്ദു മതവിശ്വാസികൾക്ക് സുഖമുണ്ടാവട്ടെ എന്നുമല്ല. മാനവികതയാണ് BJPയുടെ പ്രത്യയശാസ്ത്രം. മാനവൻ എന്ന് പറയുമ്പോൾ അവൻ ഏത് വിശ്വാസ പ്രമാണമുള്ളവനാവട്ടെ, ഏത് ജോലി ചെയ്യുന്നവനാകട്ടെ, ഏത് പ്രായത്തിൽപ്പെട്ടവനാകട്ടെ, ഏത് ലിംഗത്തിൽപ്പെട്ടവനാകട്ടെ, അവനിലൊക്കെയുള്ള ഏകാത്മതയെ ദർശിച്ച് അതിന് അനുഗുണമാവുന്ന തരത്തിലുള്ള കർമ്മപരിപാടികൾ, അത് ഭൗതിക പുരോഗതിക്കായാലും ആത്മീയ പുരോഗതിക്കായാലും. ഞാനത് വിശദീകരിക്കാൻ ഒരുപാട് സമയം വേണ്ടിവരും, ഞാൻ ആ സാഹസത്തിന് മുതിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. ഒരു മനുഷ്യനെയും മതത്തിൻ്റെ പേരിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ, തിരിച്ചറിയാൻ BJP ആഗ്രഹിക്കുന്നില്ല. അത് തന്നെയാണ് കേരളത്തിലെ BJP രാഷ്ട്രീയത്തിൻ്റെയും കാതൽ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ BJP മുസ്ലിം വിരുദ്ധമാണ്, ഹിന്ദു വിരുദ്ധമാണ് എന്ന് വരുത്തി തീർക്കുന്നത് BJP അല്ല, മറിച്ച് BJPയുടെ എതിരാളികളാണ്.
BJP ഹിന്ദു പാർട്ടി, BJP മുസ്ലിം വിരുദ്ധ പാർട്ടി, BJP ക്രിസ്ത്യൻ വിരുദ്ധ പാർട്ടി എന്ന് വരുത്തി തീർക്കുന്നത് ഒരു പരിധിവരെയല്ല, ഏതാണ്ട് സിംഹഭാഗവും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ. അപ്പം മാധ്യമങ്ങളിൽ ചർച്ചകളൊക്കെ അവതരിപ്പിക്കാൻ വരുന്ന ആങ്കർമാരൊക്കെ അവർ പഠിച്ച സ്കൂൾ ഓഫ് തോട്ട്സ്, ആ പഠനമനുസരിച്ച് വിലയിരുത്തുകയാണ് BJPയെ. ഇത് ഇസ്ലാമിക വിരുദ്ധം, ഹിന്ദു, അവരവിടെ ചർച്ചകളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. ഇങ്ങനെ വരുത്തി തീർക്കാനുള്ള മനഃപൂർവമായ പരിശ്രമം മുഖ്യധാരാ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രമുഖരായ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകർ എന്നറിയപ്പെടുന്ന, എന്നാൽ പൊതുവിലും സ്വകാര്യതയിലും ഒക്കെ തങ്ങളുടെ വ്യക്തമായ പക്ഷപാതിത്വം പ്രകടമാക്കുന്ന മാധ്യമ പ്രവർത്തകർ BJPയെ ഇങ്ങനെ ചിത്രീകരിക്കുകയാണ്. ഇത് സ്വാഭാവികമായും ഇതര സമൂഹങ്ങളിൽ BJPയെക്കുറിച്ച് ആശങ്ക പടർത്തുന്നു. ആ ആശങ്ക ഒരു പരിധിവരെ ഞങ്ങളുടെ പ്രവർത്തനത്തിന് തടസ്സമാകുന്നുണ്ട്, സമ്മതിക്കുകയാണ്. എങ്ങനെ തടസ്സം? ഇപ്പോൾ ക്രിസ്ത്യൻ സമൂഹം ഒന്നടങ്കം BJPക്ക് വോട്ട് ചെയ്യുന്ന സാഹചര്യം, അല്ലെങ്കിൽ മുസ്ലിം സമൂഹം ഒന്നടങ്കം വേണ്ട, വലിയൊരു ഭാഗം വോട്ട് ചെയ്യുന്ന സാഹചര്യം കേരളത്തിൽ ഇല്ല. പക്ഷേ അത് മാറ്റിയെടുക്കാനുള്ള സംഘടിതമായ, ശാസ്ത്രീയമായ, സുതാര്യമായ പ്രവർത്തനം BJP സംഘടിപ്പിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, ഇസ്ലാമിക സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, അവരുടെ കൂടി പാർട്ടിയാണ് BJP എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ, എതിരഭിപ്രായങ്ങളും വിമർശനങ്ങളും അപവാദങ്ങളും എന്തോ ആവട്ടെ, പക്ഷെ ഞങ്ങൾ ഇതൊക്കെയാണ് എന്നവരെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലനം സമൂഹത്തിൽ കാണുന്നുമുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യൻ സമൂഹം എത്ര ഉറക്കെയാണ് മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കുന്നത്. പക്ഷെ മണിപ്പൂർ വിഷയത്തിൽ പോലും എന്താണ് അവിടെ, അതൊരു ഗോത്ര സമൂഹങ്ങൾ തമ്മിൽ പരമ്പരയായുള്ള ശത്രുതയുടെ ഭാഗമാണ്, മറ്റു പല ഘടകങ്ങളും അതിലുണ്ട് എന്നൊക്കെ തിരിച്ചറിയുന്നവരായി ക്രിസ്ത്യൻ സമൂഹം മാറിയിട്ടുണ്ട്. ഇസ്ലാമിക സമൂഹം, അയോധ്യ വിഷയം പോലുള്ള വിഷയങ്ങളിൽ പോലും BJP സ്വീകരിച്ച നിലപാട്, അല്ലെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാടിനെ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ വളരെ ഇന്ന് കേരളത്തിലുണ്ട്. അപ്പം ആ ഒരു പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തുക, ഇസ്ലാമിക ക്രൈസ്തവ വിശ്വാസികളുടെയും പാർട്ടിയാണ് BJP എന്ന് അവരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമകരമായ എന്ന് തന്നെ ഞാൻ പറയും. കാരണം മറിച്ചുള്ളത് ഇതിനേക്കാൾ ശക്തിയിൽ നടക്കുന്നുണ്ട്, മാധ്യമങ്ങളിലൂടെ, രാഷ്ട്രീയ പാർട്ടികളിലൂടെ ഒക്കെ ഇത് നടക്കുന്നുണ്ട്. അതിനെ മറികടക്കാൻ ആവശ്യമായ സംഘടിതമായ പ്രവർത്തനം പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ട്. ഒറ്റ കാര്യമേ ഇതിലുള്ളൂ, ഞങ്ങൾ ആരാണെന്ന് ഞങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസത്തോടെ പറയാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. നിങ്ങൾ ആരാണ് എന്ന് നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള മനസ്സ് ആരെയാണോ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് അവർക്കുണ്ടാകുമ്പോൾ ഞങ്ങൾ വിജയിക്കും. അതുണ്ടാകും എന്ന ശുഭാപ്തി വിശ്വാസമുണ്ട്. ഒരു സമുദായത്തിനോ ഒരു മതത്തിനോ ഏതെങ്കിലും ഒരു വിഭാഗത്തിനോ വേണ്ടി മാത്രമുള്ള പ്രസ്ഥാനമല്ല BJP അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം. ഭാരതീയത എന്നൊരൊറ്റ ആദർശത്തിൽ നിന്നുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന, എല്ലാവരെയും സ്വീകരിക്കാൻ കഴിയുന്ന, അതാണ് നമ്മുടെ ഭാരതീയത എന്ന് പറയുന്നത്. എത്ര പേര് ഭാരതത്തിലേക്ക് വന്നിട്ടുണ്ട്, അക്രമകാരികളായി വന്നിട്ടുണ്ട്, ശാസ്ത്രം പഠിക്കാൻ വന്നവരുണ്ട്, കല പഠിക്കാൻ വന്നവരുണ്ട്, വിദ്യാഭ്യാസത്തിന് വന്നവരുണ്ട്, കച്ചവടത്തിന് വന്നവരുണ്ട്. ഇവരെല്ലാം ഭാരതീയരായി മാറിയിട്ടുമുണ്ട്. അപ്പോൾ ആ തരത്തിൽ ഇൻക്ലൂസീവായിട്ടുള്ള, ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വിശാലമായ ഒരു പ്ലാറ്റ്ഫോമായി ഭാരതീയ ജനതാ പാർട്ടി ഉണ്ട്. തെറ്റിദ്ധാരണയോടെ മാറി നിൽക്കുന്നവരാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ആ തെറ്റിദ്ധാരണ, സത്യത്തിൻ്റെ വെളിച്ചം അവരിലേക്ക് എത്തിച്ചേരുന്ന ഘട്ടത്തിൽ കേരളത്തിൻ്റെയും ചിത്രം മാറും. ഞാൻ വായിച്ചത് നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഇതും കൂടി ചേർത്ത് വേണം. അതായത് എപ്പോഴാണ് BJPക്ക് സാധിക്കുക, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി വേഗത്തിൽ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതനുസരിച്ചുള്ള കർമ്മ പദ്ധതികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഭാരതീയ ജനതാ പാർട്ടി.